ഒന്നും അറിയാണ്ട ഞങ്ങൾ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹായോ അമിഗോസ് ഓൺ സ്ക്രീൻ, ദിസ് ഈസ് വിക്കി ആൻഡ് ജിഷ്ണു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോർട്ടർ ഓടാൻ പോകണതാണ്. പോർട്ടർ എന്താ പരിപാടി എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, ഇവർ വലിയ ഇടിയൊന്നുമില്ല, പക്ഷെ കിട്ടണതിൻ്റെ 50% എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഇടിയല്ല, പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് 50% എനിക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. ചായയും പരിപാടിയാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി. ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ കിഴക്കേക്കോട്ട എന്നുള്ള സ്ഥലത്താണ്. അവിടെ ഒരു കോംപ്ലക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. അതാ പ്രശ്നം, അത് വന്നപ്പോൾ തന്നെ ഇവനാകെ പാനിക്കായി പോയി. എന്താ സംഭവം, അത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരിക്കും. ഇപ്പം അടുത്ത വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പം അടുത്ത ഓർഡർ വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുമെന്ന് പ്രതീക്ഷിക്കണം. വന്നു കഴിഞ്ഞാൽ രക്ഷോട്ട്, വന്നു കഴിഞ്ഞാൽ ഇന്നൊക്കെ ഒരു പൊടി. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞങ്ങളപ്പോൾ വെയിറ്റ് ചെയ്ത് വെറുതെ ആയില്ല. സാധനം ഞങ്ങൾക്ക് പൂണത്തൂർ, അതായത് മാരണ്ട് ഭാഗത്തേക്ക്, അത് 4ാമത്തെ ഓർഡറിലാണ്. കാര്യം ഇതിപ്പോൾ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് എല്ലാം സെറ്റായി വരുമ്പോഴത്തേക്കും ആൾക്കാർ ഓർഡറും കൊണ്ട് പോകുമായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം 4ാമത്തെ ഓർഡർ ഞങ്ങൾക്ക് കിട്ടി. എത്ര രൂപയുടെ എന്ന് മറന്നുപോയി, അത് നോക്കണം. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, മരണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 4 മിനിറ്റ്, 1.7 കിലോമീറ്റർ ഉള്ളൂ. അത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഓർഡർ കിട്ടി. ഞങ്ങൾക്കത് സ്പെയർ പാർട്സാണ്. അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് സാധനം എടുത്തു, അതുകൊണ്ട് സ്പെയർ പാർട്സാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇത് ഓർഡർ വന്നേക്കണത് എടച്ചിറ, കാക്കനാട് ഭാഗത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ വടക്കേക്കോട്ട എത്തി. ഫോണിൽ ചാർജില്ല, അതാണ് മെയിൻ പ്രശ്നം. ഓർഡർ കിട്ടാണ്ടായപ്പോഴത്തേക്ക് കണ്ണ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആ പാനിക്കിൽ ഞങ്ങൾ ഇങ്ങനെ ഫോണിൽ നോക്കൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ കുറേ ടൈം പോയി. ഫോൺ അത്ര നേരം സ്ക്രീൻ ടൈം വന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ഇഷ്ടംപോലെ ചാർജ് അങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. വടക്കേക്കോട്ട കഴിഞ്ഞു. വേഗത്തൊന്ന് അരമണിക്കൂറാണ് ട്രാവൽ പറയുന്നത്. ഇപ്പോൾ ബ്ലോക്ക് കാരണം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അത് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഓർഡറാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയ ഒരു ട്രിപ്പ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ടാർഗറ്റ് അച്ചീവ് ആയിരിക്കുകയാണ്. 166 രൂപയുടെ ഓട്ടോ വരുന്നു ശരിക്കും. പക്ഷേ അവിടുത്തെ ആ വർക്ക്ഷോപ്പിലെ ചേട്ടൻ, നല്ല മനസ്സിലുള്ള ചേട്ടൻ, 200 രൂപ വന്നു, 200 രൂപ. ബാക്കി ഞങ്ങൾ ചേട്ടൻ 166 എന്ന് പറഞ്ഞാൽ ബാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു. സന്തോഷം, വളരെ സന്തോഷം. കാര്യം ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോയിട്ട് സംഭവം സെറ്റാക്കി. വലിയ പ്രശ്നങ്ങളൊന്നും കാക്കനാട് നിന്ന് കിട്ടപ്പോൾ ഞങ്ങൾ ഒന്നും അറിയാണ്ട ഞങ്ങൾ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ കാക്കനാട് നിന്ന് പറഞ്ഞപ്പോൾ നല്ല ബ്ലോക്കുള്ള ടൈമായിരിക്കുമല്ലോ. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ സ്മൂത്തായിട്ട് അവിടെ ചെന്ന് സംഭവം സെറ്റാക്കി, എല്ലാം വേഗം. അതെ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും എളുപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഓർഡർ വെച്ചിട്ട് ഓടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതെ. കാര്യം ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഒറ്റ ഓട്ടം എടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദിവസം മൊത്തം ഓടിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. കാര്യം മൈലേജുള്ള ബൈക്ക് കൂടി ആണെങ്കിൽ സെറ്റാണ്, നല്ല മൈലേജുള്ള വണ്ടിയാണെങ്കിൽ സെറ്റാണ്, നമുക്കൊന്നും നോക്കാനില്ല. നമ്മൾ കൊച്ചി ബേസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ, നമ്മൾ വന്ന സമയത്ത് തന്നെ ഒരു 4 ഓർഡർ 10-15 മിനിറ്റിനുള്ളിൽ അടിച്ചു. അതെ, 10-15 ഒരു അരമണിക്കൂറിനുള്ളിൽ. എങ്ങനെയാണ് ഓർഡർ പിക്ക് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്ത് പിന്നെ യൂട്യൂബൊക്കെ നോക്കി എങ്ങനെയാണ് ഓർഡർ പിക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇതെങ്ങനെയും പിടിക്കണമെന്ന് പറഞ്ഞ് ചെയ്തത്. അപ്പോൾ സ്ഥിരമായിട്ട് നല്ല കറക്റ്റ് സ്പോട്ടിൽ കൊച്ചി ഏരിയ ഉള്ള ആൾക്കാർക്ക് ഓർഡർ നല്ല പരിപാടി തന്നെയാണ്, നല്ലൊരു ഓപ്ഷനാണിത്. എനിക്ക് സ്വിഗ്ഗി, സൊമാറ്റോ അതിനൊക്കെ ഇത്രയും കൂടി അടിപൊളിയാന്ന് തോന്നുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ സ്വിഗ്ഗി ഓടിയിട്ടില്ല, ആദ്യമായിട്ടാണ് പണിയായിട്ട് ജീവിക്കാൻ നോക്കണം. എന്നിട്ടാണ് അല്ല, ഇപ്പം ആദ്യമായിട്ട് പൈസ ഇട്ടിട്ട് നന്ദി സൂചകമായിട്ട് പറഞ്ഞാണെന്ന് കൂട്ടിയത്. എനിക്ക് അറിഞ്ഞൂടാ സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ഒന്നും കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ അത്ര ഓർഡർ കിട്ടില്ല. അതെന്ന് വെച്ചാൽ 1 മിനിറ്റ് തന്നെ ഇഷ്ടംപോലെ ഓർഡർ സ്വിഗ്ഗി സൊമാറ്റോയിൽ കിട്ടില്ല. പക്ഷെ ഇതിൽ അത്രയും കിട്ടില്ല. മിനിമം എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം ഉണ്ടാവും, പാഴ്സലാണല്ലോ. അപ്പൊ തൊട്ടടുത്തടുത്തൊന്നും ആയിരിക്കില്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നു അവർക്കും നല്ല ഗുണമാണ്, അവരുടെ അത്രയും ടൈം ലാഭമാണ്. പുള്ളിക്ക് ഇപ്പൊ അവിടെ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അവിടെ നിന്ന് ഇവിടം വരെ വന്ന് സാധനം കളക്ട് ചെയ്ത് പോണ ടൈമൊക്കെ അതൊക്കെ ഞങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നന്ദി സൂചകമായിട്ടായിരിക്കും ചിലപ്പോൾ ബാക്കി ടിപ്പായിട്ട് ഞങ്ങൾക്ക് തന്നത്. അറിഞ്ഞൂടാ, അതൊക്കെ കൺക്ലൂഡ് ചെയ്താലോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് വരാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.